Hello dear students, welcome to Physics by Grace YouTube channel. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ. വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. രണ്ടാമതായിട്ട്, ആംപിയേഴ്സ് ലോ നമുക്ക് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻസ് എഴുതണം. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കറൻറ്റ്സ്, നമ്മൾ മൂന്ന് തരം കറണ്ടാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് ലൈൻ കറണ്ട്, രണ്ടാമത് സർഫസ് കറണ്ട്, മൂന്നാമത് വോളിയം കറണ്ട്. മൂന്ന് കറണ്ടിൻ്റെ കേസിലും നമുക്ക് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻസ് എഴുതണം. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഫസ്റ്റ്, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനിലേക്ക് ഞാൻ വരട്ടെ. നമ്മൾ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. അതിന് വളരെ അനാലഗസ് ആയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് തോന്നും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ആ ഒരു കൺസെപ്റ്റിന് വളരെ സിമിലർ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ എന്നൊരു കൺസെപ്റ്റ് പഠിക്കുന്നത്. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളിങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേൾ എപ്പോഴും സീറോ ആയിരിക്കും. ദ കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ ഓൾവേസ്. എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് കേൾ സീറോ ആയിരിക്കും. ഓൾവേസ് ഇറ്റ് ഈസ് സീറോ. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ സീറോ ആണെങ്കിൽ ഒരു സ്കാലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആണെങ്കിലാണ് എപ്പോഴും ഇങ്ങനെ സീറോ വരുള്ളൂ. കാരണം നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, നമ്മളൊരു പ്രൂഫായിട്ട് ചെയ്യുന്നുണ്ട്. ദ കേൾ ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ ഈസ് സീറോ. ദ കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ ഈസ് സീറോ. യെസ്, ദ കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ ഈസ് സീറോ. ഇറ്റ്സ് ഓൾവേസ് സീറോ. നോക്കൂ, ഈ രണ്ട് റിസൾട്ടുകളൊന്ന് കമ്പയർ ചെയ്യൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേൾ എപ്പോഴും സീറോ ആണ്. നമുക്കറിയുന്നൊരു കാര്യം എന്താ, എപ്പോഴാണ് കേൾ എപ്പോഴും സീറോ ആവുന്നൊരു കണ്ടീഷൻ എന്താണ്, ഗ്രേഡിയൻ്റ്, ഒരു സ്കാലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ കേൾ ആണെങ്കിൽ അത് എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി ദ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലാർ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു സ്കാലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേൾ എപ്പോഴും സീറോ എന്ന് നമുക്കറിയാം. നമുക്ക് അറിയുന്ന വേറൊരു റിസൾട്ടാണ് ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ്, ഒരു സ്കാലർ ഫംഗ്ഷനാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എടുക്കുക. ഒരു സ്കാലർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ്, അതിൻ്റെ കേൾ എടുത്താൽ എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടും നമ്മൾ പറയുന്നത് E ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് V. ഓക്കെ, സൈൻ കൺവെൻഷനൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടി നമ്മളിവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കുന്നുണ്ട്. മൈനസ് സൈൻ ഉണ്ടെങ്കിലും ഇത് സീറോ, മൈനസ് സൈൻ ഇല്ലെങ്കിലും സീറോ. ഓക്കെ, പക്ഷേ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സൈൻ കൺവെൻഷനിലൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മളൊരു മൈനസ് സൈനോട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടെത്തിയത്, ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക്സിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡെഫിനിഷൻ ഓഫ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പറയുന്നതാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നതാണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. റൈറ്റ് ഹാൻഡ് സൈഡിൽ പറയുന്നത് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐഡിയയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ എന്ത് പഠിച്ചോ അതിന് പാരലായിട്ടാണ് നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പൊട്ടൻഷ്യൽ ഉള്ള പോലെ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്താണ്, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. മാഗ്നറ്റിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്, നമുക്കറിയാം, വി നോ ദാറ്റ് ഡെൽ ഡോട്ട് ബി സീറോ. ഡെൽ ഡോട്ട് ബി സീറോ ആണ്.
മാഗ്നറ്റിക് ഫീൽഡിന് ഡൈവർജൻസ് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡിന് കേളേ ഉള്ളൂ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിന് ഡൈവർജൻസ് ഇല്ല. ഞാനിവിടെ ഇതൊരു റിസൾട്ട്, ഞാൻ ഇവിടെ വേറെ റിസൾട്ടും കൂടി യൂസ് ചെയ്യാണ്. ഡൈവർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ. കേൾ എടുക്കുന്നത് വെക്റ്റർ ഫംഗ്ഷൻ ആണ്. കേളും ഡൈവർജൻസ് ഒക്കെ വെക്റ്റർ ഫംഗ്ഷൻ ആണ്. വെക്റ്റർ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ഓൾവേസ്. നോക്കൂ, നമ്മൾക്ക് കിട്ടിയ രണ്ട് റിസൾട്ടുകളാണ്. ഒന്നാമത്തെ റിസൾട്ട് എന്താ? ഡെൽ ഡോട്ട് ബി ഈസ് ഓൾവേസ് 0. ഏതെങ്കിലും ഒരു കേസിൽ 0 വരുന്നല്ല, ഡെൽ ഡോട്ട് ബി ഈസ് ഓൾവേസ് 0. രണ്ടാമത് പറഞ്ഞെന്താ? ഞാൻ ഇക്വേഷനിൽ എഴുതുകയാണെങ്കിൽ ഡെൽ ഡോട്ട് ഡൈവർജൻസ് ഓഫ് കേൾ ഓഫ് എ ഫംഗ്ഷൻ, ഞാൻ ഫംഗ്ഷനെ എന്ന് എഴുതിക്കോട്ടെ, ഈസ് ഓൾവേസ് 0. രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞ പോലെ, അല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞ പോലെ. ഡെൽ ഡോട്ട് ബി ഈസ് ഓൾവേസ് 0 ആൻഡ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഈസ് ഓൾവേസ് 0. ദിസ് ഈസ് ഓൾവേസ് 0, ഓൾവേസ്. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഡെൽ ഡോട്ട് ബി ഓൾവേസ് 0 ആകണമെങ്കിൽ ബി ഷുഡ് ബി ദ കേൾ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ. ബി ഷുഡ് ബി ദ കേൾ ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തെഴുതാവുന്നതാണ് ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ. ഡെൽ ക്രോസ് എ ഞാനൊരു വെക്റ്റർ ഫംഗ്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് എ എന്ന് ഡിനോട്ട് ചെയ്ത്, പക്ഷേ എ തന്നെയാണ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ നൊട്ടേഷനും. ഓക്കെ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷനും എ തന്നെയാണ്. അപ്പോൾ ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ. ഈ എനെ വിളിക്കുന്ന പേരാണ്, ദിസ് എ ഈസ് നോൺ ആസ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ എനെയാണ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഡെൽ ഡോട്ട് ബി ഓൾവേസ് 0 ആണ്, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എയും ഓൾവേസ് 0 ആണ്. അതെന്നാണ് നമ്മൾ പറയുന്നത് ബി ഹാസ് ടു ബി, അല്ലെങ്കിൽ ബി ഷുഡ് ബി ഡെൽ ക്രോസ് എ. ബീനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ കേളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, കാരണം അത് എപ്പോഴും 0 ആവുന്നതുകൊണ്ട്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിലെ ഡിഫൈനിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇതാണ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ. ഒരു കാര്യം കൂടി ഉള്ളത് വെച്ചാൽ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡെൽ ഡോട്ട് എ 0 ആകാൻ പാകത്തിനാണ് നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ ചൂസ് ചെയ്യുക. ഡെൽ ഡോട്ട് എ 0 ആകണം. ഇതും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ഡെൽ ഡോട്ട് എ 0. ഇതും നമ്മൾ ഓർത്ത് വയ്ക്കണം. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷനിൽ തന്നെ നിങ്ങൾക്കും ഇതും ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ഡെൽ ഡോട്ട് ബി 0 ആണ്. ആ കണ്ടീഷൻ നിന്നാണ് നമുക്ക് ബി ഹാസ് ടു ബി ഡെൽ ക്രോസ് എ, അല്ലെങ്കിൽ ബി ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽ ക്രോസ് എന്ന് കിട്ടുന്നത്. മാത്രമല്ല ഡെൽ ഡോട്ട് എ എപ്പോഴും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൽ ഡെൽ ഡോട്ട് എ 0 ആയിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു സ്കാലാർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ളതുപോലെ മാഗ്നറ്റിക്സിലേക്ക് വരുമ്പോൾ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അതിനെ വിളിക്കുന്നത് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്നാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസമുള്ളൂ. ബട്ട് ദർ ഇസ് എ പൊട്ടൻഷ്യൽ. ഓക്കെ, അതിൻ്റെ ഡിഫൈനിങ് ആയിട്ടുള്ളതാണ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ. നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് Ampere's law. We are going to rewrite Ampere's law in terms of magnetic vector potential. Ampere's law in terms of magnetic vector potential. Ampere's law in terms of magnetic vector potential. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ടേംസിലേക്ക് നമ്മൾ ടേംസിലെ ആംബിയസ് ലോ എഴുതാൻ പോകും. നമ്മൾ ആംബിയസ് ലോ നോക്കൂ. ആംബിയസ് ലോ നമുക്കറിയാം. എന്താണ് ആംബിയസ് ലോ? ഡെൽ ക്രോസ് ബി അല്ലെ, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയസ് ലോ ഇതാണ്. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 J അല്ലെ, വേർ J ഈസ് ദ വോളിയം കറണ്ട് ഡെൻസിറ്റി. വോളിയം കറണ്ട് ഡെൻസിറ്റിയാണ്. ബി മാഗ്നറ്റിക് ഫീൽഡാണ്. μ0 നിങ്ങൾക്കറിയാം പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിയബിലിറ്റി മാഗ്നറ്റിക്സിൽ വരുന്ന കോൺസ്റ്റന്റ്. അപ്പോൾ ഇതാണ്, ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയസ് ലോ. ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയസ് ലോ. ഇവിടെ നമ്മൾ
നോക്കൂ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ ടേംസിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ബിക്ക് വരാം. നമുക്കറിയാം മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ അല്ലേ, ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ. അപ്പം ഞാനിവിടെ ഡെൽ ക്രോസ് എന്ന് കൊടുത്തോട്ടെ, ഡെൽ ക്രോസ് എ, യാ, ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എ ഈക്വൽ ടു മ്യൂ 0 ജെ. ശരിയല്ലേ? ഡെൽ ക്രോസ്, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ബിക്ക് വരെ ഡെൽ ക്രോസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ ബിക്ക് വരെ ഡെൽ ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഡെൽ ക്രോസ് ഡെൽ ക്രോസ് എ, ഡെൽ ക്രോസ് ഡെൽ ക്രോസ് എ. നോക്കൂ, ഇവിടെ നമ്മൾ ഞാൻ ഈ ഒരു നമുക്കിങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി? ഇക്വേഷൻ, ഡെഫിനിഷൻ, വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ എ ക്രോസ് ബി ക്രോസ് ഈസ് ഈക്വൽ ടു വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ക്രോസ് ബി ക്രോസ് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്കവിടെ കിട്ടുക, ബി ഇൻറ്റു ബി എ സി മൈനസ് സി എ ബി അല്ലേ? ബി എ സി മൈനസ് സി എ ബി റൂൾ എന്നല്ല പറയാം, ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി എ ബി, സി ഇൻറ്റു എ ഡോട്ട് ബി. ഇതാണ് ഏതിൻ്റെ ഡെഫിനിഷൻ, വെക്റ്റർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഡെഫിനിഷൻ. അതേപോലത്തെ ഒരു ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പം ഞാനിവിടെ ഡെല്ലാണെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. ഡെല്ലാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്ക് വരാൻ ഡെൽ അല്ലേ, ഡെൽ ക്രോസ് എ ആണ് ഇപ്പോൾ നമുക്ക് മുകളിൽ എഴുതേണ്ടത് അല്ലേ, ഡെൽ ക്രോസ് എ അല്ലേ എഴുതേണ്ടത്. യെസ്, ഞാൻ അതേപോലെ തന്നെ എഴുതാം. നോക്കൂ, ഫസ്റ്റ് വെക്ടർ ഡെല്ല്, സെക്കൻഡ് വെക്ടർ ഡെല്ല്, സിക്ക് പകരം തേർഡ് വെക്ടറും ഡെല്ല്, എക്ക് വരം ഡെല്ല്, ബിക്ക് വരം ഡെല്ല്, സിക്ക് വരം ഡെല്ല്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബിക്ക് വരം ഡെല്ലാണ്. അപ്പോൾ ഡെൽ ഇൻറ്റു എ ഡോട്ട് സി വരുന്നിടത്ത് എന്താ വരിക, ഫസ്റ്റ് വെക്ടർ നമുക്ക് ഡെല്ലാണ്, ഡെൽ ഡോട്ട് സിക്ക് വരെ എ ആണ് അല്ലേ, സിക്ക് വരെ എ ആണ്. ഇത് മനസ്സിലായോ? നിങ്ങൾക്ക് കമ്പയർ ചെയ്തറിയാം, ഡെല്ല് ബിക്ക് വരം ഡെല്ല്, സിക്ക് വരം എയും, മൈനസ് സിക്ക് വരെ എ ആണല്ലോ, എ ഇൻറ്റു എ, പിന്നെ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഡെല്ലാണ് വരിക. ഓക്കെ, ഫസ്റ്റ് ടൈമിൽ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് എ ഇൻറ്റു, ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എ ഇൻറ്റു ഡെൽ ഡോട്ട് ഡെൽ എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ ആണ്. പക്ഷേ ഇതിങ്ങനെ എഴുതിയാൽ വർക്ക് ചെയ്യില്ല, കാരണം ഡെൽ സ്ക്വയർ ഒരു ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്ററിൻ്റെ മുമ്പിൽ ഒരു എ വെച്ചിട്ട് കാര്യമില്ല, ഓപ്പറേറ്റർ കഴിഞ്ഞിട്ട് വേണം എ വയ്ക്കാൻ. അപ്പോൾ ഇവിടെ ഒരു തിരുത്തൽ നമുക്ക് വേണം, ഇവിടെ ഒരു തിരുത്തൽ വേണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോമുല ഡെല്ലിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എ എഴുതേണ്ടത് ഇവിടെയല്ല, ഇവിടെയാണ്. മനസ്സിലായോ? ഇവിടെയാണ്. ഇനിയിപ്പോൾ ആ സ്റ്റെപ്പിൽ ഇവിടെ എഴുതിയാൽ പോലും അടുത്ത സ്റ്റെപ്പിൽ നമുക്കതിന് മാറ്റേണ്ടി വരും. മനസ്സിലായി? ആ സ്റ്റെപ്പിൽ അവിടെ കിടന്നാലും കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ എന്തായാലും മാറ്റണം അതിന്, ഡെൽ സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ, ഡെൽ സ്ക്വയർ എ വെക്ടർ ഇങ്ങനെ എഴുതണം. അപ്പോൾ ഇതാണ് നമുക്ക് ഡെൽ ക്രോസിൻ്റെ റിസൾട്ട്. നോക്കൂ, നമ്മുടെ ഇക്വേഷൻ 1, അതിൽ ഞാൻ ഈ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പാർട്ട് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്, ആ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ ഇക്വേഷൻ മാത്രം നമുക്ക് മതി, ഡെൽ ക്രോസിൻ്റെ ഇക്വേഷൻ മതി. അത് കിട്ടാൻ വേണ്ടി ഞാൻ ഓർഡർ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 1, ഇക്വേഷൻ 3 in ഇക്വേഷൻ 1 എന്ന് നമുക്ക് കിട്ടാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും, ഈ ടൈം വരും അല്ലേ. ആ ടൈം എന്താ, ഡെൽ ഡോട്ട് ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ ഈക്വൽ ടു മ്യൂ 0 ജെ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മളിവിടെ ഈ ഡെൽറ്റ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ പേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡെൽ ഡോട്ട് എ 0 ആയിരിക്കണം അല്ലേ, ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ ആയിരിക്കണം, അതുപോലെ ഡെൽ ഡോട്ട് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ ഈ ടേം 0 ആയി പോകും. പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് ഡെൽ സ്ക്വയർ എ മാത്രമേ ഉള്ളൂ, അത് മ്യൂ 0 ജെ ആണ്. മനസ്സിലായി? അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു മ്യൂ 0 മൈനസ് മ്യൂ 0 ജെ, മൈനസ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ
നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടാവും. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടാവും, പോയിസൺസ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ എഴുതിയത് എന്താ? നമ്മൾ ആംബിയസ് ലോ മോഡിഫൈ ചെയ്തിട്ട് വെക്റ്റർ പൊട്ടൻഷ്യൽ ടേംസിലേക്ക് ആക്കി. അതേപോലെ ഇതിന് പാരലായിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നമ്മുടെ ഈ ഡെറിവേഷൻ കഴിഞ്ഞു കേട്ടോ, ആംബിയസ് ലോ ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ കഴിഞ്ഞു. ഞാൻ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എങ്ങനെയാണ് ഇതിന് പാരലായിട്ട് നടന്നിട്ടുള്ളതെന്ന് പറയാം. നമ്മളവിടെ ഗോസസ് തിയറത്തിൻ്റെ ഡിഫറൻഷ്യൽ ഫോം എഴുതിയിട്ടാണ് ഇങ്ങനെ വരിക. ഇവിടെ നമ്മൾ ആംബിയസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം എഴുതി, ആംബിയസിലേക്ക് പകരം വരുന്നത് ഗോസ് തിയറാണ്. മാഗ്നറ്റിക്സിലെ ആംബിയസ് ലോയ്ക്ക് പകരം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്ന ഏത് തിയറാണ്? ഗോസസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ഗോസസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ എഴുതിയിട്ടാണ് നമ്മൾ വരിക. ഓക്കെ, നമുക്ക് എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ അല്ലേ? ഇതിലാണ് നമ്മൾ ഇക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മളിവിടെ ബിക്ക് വരെ ഡെൽ ക്രോസ് എ കൊടുത്തില്ലേ, അതേപോലെ ഇക്ക് വരെ എന്ത് കൊടുക്കുക? ഈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഡെൽ വി മൈനസ് ഡെൽ വി കൊടുക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മാറും. ഫസ്റ്റ് ഇക്വേഷൻ ചേഞ്ചസ് ടു ഞാനിവിടെ ഇക്വേഷൻ 3 എന്നൊക്കെ മാർക്ക് ചെയ്തു അല്ലെ, ഇക്വേഷൻ 2 മാർക്ക് ചെയ്യാണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് തെറ്റി മാർക്ക് ചെയ്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ പ്രോപ്പറായിട്ട് ഇട്ടാൽ മതി. ഇക്വേഷൻ 2 ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. അപ്പോൾ എന്താ കിട്ടുക? ഡെൽ ഡോട്ട് ഇക്ക് വരെ എന്താ? മൈനസ് ഡെൽ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ. ഇങ്ങനെയാണ് നമ്മൾ പോയിസൺസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണല്ലോ അത്, പോയിസൺസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു ഡെൽ ഡോട്ട് ഡെൽ എന്നുള്ളത് ഡെൽ സ്ക്വയർ ആണ്. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ, മനസ്സിലായി? അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ വി ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ സീറോ. ഇതാണ് പോയിസൺസ് ഇക്വേഷൻ. മനസ്സിലായോ? അപ്പോൾ പോയിസൺസ് ഇക്വേഷന് അനാലഗസ് ആയിട്ടുള്ള ഇക്വേഷൻ അപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്താ പോയിസൺസ് ഇക്വേഷൻ? പോയിസൺസ് ഇക്വേഷൻ ഈസ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ എന്ന് പറയാം. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ ഗോസസ് ലോ മാറ്റി എഴുതുന്നതാണ് എന്ത്? പോയിസൺസ് ഇക്വേഷൻ. ദിസ് ഈസ് പോയിസൺസ് ഇക്വേഷൻ. ഇവിടെ ഇക്വേഷന് പ്രത്യേക ഒരു പേരൊന്നുമില്ല. ഇറ്റ് ഈസ് ആംബിയസ് ലോ ഇൻ ടേംസ് ഓഫ് വെക്റ്റർ പൊട്ടൻഷ്യൽ. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ടേംസിൽ ആംബിയസ് ലോ എഴുതാണ്, വേറെ പേരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പല കേസിലാണ് നമുക്കറിയാം, ഒരു ലൈൻ കറണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ. ഫസ്റ്റ് വൺ, ഫോർ എ ലൈൻ കറണ്ട് or line current density, linear current density എന്നൊക്കെ പറയാം, I. Second one, for a volume current. Sorry, volume current അല്ല, ലൈൻ കറണ്ട് തന്നെ, സർഫസ് കറണ്ട്. കെ കൊണ്ടാണ് സർഫസ് കറണ്ട് ഡിനോട്ട് ചെയ്യുക. ഇതൊക്കെ വെക്ടറായിട്ടാണ് ഗ്രിഫിത്തിൽ ഡീൽ ചെയ്യുന്നത്, ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡീൽ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ തന്നെ അതേ നോട്ടേഷൻസാണ് കൊടുക്കുന്നത്. ഫോർ എ വോളിയം കറണ്ട് ഡെൻസിറ്റി ഓർ ഫോർ എ വോളിയം കറണ്ട് ജെ, ഈ 3 കേസിലും മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എയുടെ ഇക്വേഷൻസ് എഴുതണം. ഞാനിതിന് അനാലഗസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പൊട്ടൻഷ്യലിന് ഇക്വേഷൻ എഴുതി, അല്ലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതി. നോക്കൂ, അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/4π0. പോയിന്റ് ചാർജ് ആണെങ്കിൽ നമ്മളിങ്ങനെ Q/R എഴുതും. പക്ഷേ ലൈൻ ചാർജ് ആണെങ്കിൽ, ഒരു ലൈനിൽ ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനടുത്തൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മളോട് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ നമ്മളിങ്ങനെ എഴുതിയിരുന്നത് V = 1/4π0. അതൊരു കോൺസ്റ്റന്റ് ആണ്. ക്യൂവിന് പകരം നമ്മൾ, ചാർജിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ലൈൻ ചാർജ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാം, ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി നമ്മൾ പറയും, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ പറയും.
ലൈൻ ചാർജ് ഡെൻസിറ്റി അതെന്തായിരുന്നു ഡി ക്യൂ ബൈ ഡി അല്ലായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡി എൽ കിട്ടും നമുക്ക്. ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡി എൽ. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ക്യൂ കിട്ടും. ക്യൂ ഇസ് ഈക്വൽ ടു അല്ല ഡി ക്യൂവിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ക്യൂ കിട്ടും ലാംഡ ഡി എൽ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പറയുക ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ 1/4πε0 ഇൻറ്റഗ്രൽ ഡി ക്യൂ ബൈ ആർ, ക്യൂ ബൈ ആറിന് വരും ഡി ക്യൂ ബൈ ആർ ആണ് വരേണ്ടത്. അപ്പോൾ ഇൻറ്റഗ്രൽ ലാംഡ ഡി എൽ ഡിവൈഡ് ബൈ ആർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത്. മനസ്സിലായോ? ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ. അതേപോലെ തന്നെ ഇവിടെ എഴുതുന്നത്. ഇവിടെ നമ്മൾ എന്താ എഴുതുന്നത് അറിയോ? ആ വിക്ക് പകരം വെക്ടർ പൊട്ടൻഷ്യൽ എ ആക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റന്റ് 1/4πε0 അല്ലേ. അതിൽ ആ 1/ε0നെ നമുക്ക് μ0 ആക്കി കഴിഞ്ഞാൽ മാഗ്നറ്റിക്സിലെ കോൺസ്റ്റന്റ് കിട്ടി. 1/ε0ക്ക് വരെ μ0 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? μ0/4π. മനസ്സിലായോ? ഇനി ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ എന്താ വരിക? ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ അവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി പറഞ്ഞ പോലെ ഇവിടെ ലീനിയർ കറണ്ട് ഡെൻസിറ്റി ഐ ആണ് ഉപയോഗിക്കുന്നത്. ഐ ഞാൻ വെക്ടറായിട്ട് എഴുതാണ്. ലെഫ്റ്റ് സൈഡിൽ വെക്ടറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ. ഇത്രേ ഉള്ളൂ. ലൈൻ ഇൻറ്റഗ്രൽ ഐ ഡി എൽ ബൈ ആർ. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ സർഫസ് കറണ്ട് ഇതേ ഇക്വേഷൻ എങ്ങനെ എഴുതിയത്? സിമ്പിളാണ്. ലാംഡ ഡി എല്ലിന് മാറ്റിയിട്ട് എന്തായി? ലാംഡ ഡി എല്ലിന് മാറ്റി സിഗ്മ ഡി എ ആക്കി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു സർഫസ് ഇൻറ്റഗ്രലായി. അതേപോലെ ഇവിടെയും ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചതിന് അനാലഗസ് ആയിട്ട് നമ്മൾ എഴുതുകയാണ്. μ0/4π വട്ട് ഈസ് ഇൻസൈഡ് ദ ഇൻറ്റഗ്രൽ. ഇവിടെ നമ്മൾ സർഫസ് കറണ്ട് ഡെൻസിറ്റി കെ ആണ് എഴുതേണ്ടത്. കെ വെക്റ്റർ ഇൻറ്റു ഡി എ ഡിവൈഡ് ബൈ ആർ. യെസ്. ഇനി ഇവിടെ നമ്മൾ വോളിയത്തിൻ്റെ കേസിൽ എന്താ എഴുതുക? വോളിയം ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് ഡെൻസിറ്റിയാണ്, മാഗ്നറ്റിക്സിലേക്ക് വരുമ്പോൾ കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക. ചാർജ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലൊക്കെയാണ് ഉണ്ടാക്കുക. കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലും ഉണ്ടാക്കുന്നത്. സിഗ്മയ്ക്ക് വരെ റോ അല്ലേ വരിക? റോ ഡി ടോ അല്ലെ, വോളിയം എലമെൻറ്റ് ഡിവൈഡ് ബൈ ആർ. ഇങ്ങനെ എഴുതാം. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇവിടെ എന്താ എഴുതുക? എ ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റഗ്രൽ കെക്ക് പകരം നമ്മൾ എന്ത് എഴുതും? റോയ്ക്ക് പകരം എന്ത് ചെയ്യും? അത് വോളിയം ചാർജ് ഡെൻസിറ്റി. അതിന് പകരം നമ്മൾ വോളിയം കറണ്ട് ഡെൻസിറ്റി ജെ എഴുതും. ജെ ഡി ടോ ഡിവൈഡ് ബൈ ആർ. അപ്പോൾ നമുക്ക് എക്സ്പ്രഷനൊക്കെ കിട്ടി. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. ഇത് ഞാൻ ഇതിനെ അനാലഗസ് ആയിട്ട് എഴുതിക്കൊണ്ടുവന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ സൈഡ് എഴുതിക്കൊണ്ടുവന്നതാണ്. ഇതല്ല നമ്മുടെ ടോപ്പിക്ക്. മനസ്സിലായോ? അതിന് പാരലായെന്ന് കാണിക്കാൻ വേണ്ടി എഴുതിക്കൊണ്ടുവന്നതാണ്. മനസ്സിലായി? എല്ലാത്തിലും ഞാനത് പാരലായിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് അനാലഗസ് ആയിട്ടാണ് മാഗ്നറ്റിസം പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്നൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തു. പിന്നീട് നമ്മൾ ആംബിയർസിലും എഴുതി. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞത്? ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ ആണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ആംബിയർസിലും എങ്ങനെ എഴുതി? നമ്മൾ എഴുതി ഡെൽ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു മൈനസ് μ0 ജെ അല്ലേ. ഡെൽ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ജെ. ദിസ് ഇസ് ആംബിയർസ് ലോ ഇൻ ടേംസ് ഓഫ് എ. പിന്നെ നമ്മൾ പറഞ്ഞത് 3 കറണ്ട് ഡെൻസിറ്റികൾ, ലീനിയർ കറണ്ട് ഡെൻസിറ്റി, സർഫസ് കറണ്ട് ഡെൻസിറ്റി, വോളിയം കറണ്ട് ഡെൻസിറ്റി, അതുകൊണ്ടുള്ള ഇക്വേഷൻസ് എഴുതി. എ ഈക്വൽ ടു ലീനിയർ കറണ്ട് ഡെൻസിറ്റി ആണെങ്കിൽ μ0/4π. ഇതാണ് മാഗ്നറ്റിക്സിലെ കോൺസ്റ്റന്റ്, ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ബൈവേർട്ട് സാവർട്ട് ലോ തന്നെ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണത്. പിന്നെ ഇവിടെ ഐ ഡി എൽ ബൈ ആർ. ഇനി സർഫസ് കറണ്ട് ഡെൻസിറ്റി ആണെങ്കിൽ എ ഈക്വൽ ടു μ0/4π ഇൻറ്റഗ്രൽ കെ ഡി എൽ ബൈ ആർ. ഓക്കെ. ആർക്കെങ്കിലും ഡെറിവേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് എങ്കിലും പഠിക്കുക. ഇക്വേഷൻ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ വോളിയം കറണ്ട് ഡെൻസിറ്റി ആണെങ്കിൽ μ0/4π ഇൻറ്റഗ്രൽ ഇവിടെ ഡി എൽ അല്ല, ഡി എ അല്ലേ. അത് സർഫസ് ഇൻറ്റഗ്രൽ അല്ലേ. ഇത് സർഫസ് ഇൻറ്റഗ്രലാണ്, ഇത് ലൈൻ ഇൻറ്റഗ്രലാണ്, ഇത് വോളിയം ഇൻറ്റഗ്രലാണ്. മനസ്സിലായി? ഇവിടെ കെ ഡി എന്ന് എഴുതണം. ഓക്കെ. ജെ ഡി ടോ ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു.